ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ناشئة الليل هي أشد وطئا وأقوم قيلا. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളവും തിരിവുമില്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ പ്രകൃതിക്കും കഴിവുകൾക്കും ചുറ്റുപാടുകൾക്കും യോജിച്ചതായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ഓരോ സമയവും സന്ദർഭവും നമ്മെ സമീപിക്കുമ്പോൾ ആദ്യമായി പടച്ചവന്റെ വിശുദ്ധ കിതാബായ പരിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അവന്റെ പ്രവാചകന്റെ റസൂലയുടെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ അനുഷ്ഠിച്ച് മരണം എപ്പോൾ എവിടെ വെച്ച് ഏത് സ്വഭാവത്തിൽ നമ്മെ പിടികൂടിയാലും പടച്ചവന്റെ യഥാർത്ഥ അടിമകളായി ദാസന്മാരായി ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യത്തെ ജുമായിലാണ് നാമും മുസ്ലിം ലോകമടക്കമുള്ളവർ പ്രവേശിച്ചിട്ടുള്ളത്. നോമ്പ് കാലത്ത് നാം അനുഷ്ഠിക്കേണ്ടതായ പുണ്യകർമ്മങ്ങളെ കുറിച്ച് ആദ്യമായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, റമദാൻ മാസം എന്നാൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഈ റമദാൻ മാസം. അതുകൊണ്ട് ഏറ്റവും പ്രബലമായൊരു സുന്നത്താണ് നമസ്കാരത്തിലൂടെ വിശുദ്ധ ഖുർആന് നമ്മുടെ കഴിവനുസരിച്ച് ദീർഘമായി പാരായണം ചെയ്തുകൊണ്ട് പിൽക്കാലത്ത് തറാവി എന്ന് പറയുന്ന ആ റമദാനിലെ രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നത്.
ഖിയാമുൽ ലൈല് രാത്രി നമസ്കാരം ആദ്യകാലത്ത് എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമായിരുന്നു. അത് സൂറത്ത് മുസമ്മില് അള്ളാഹു വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട്. ശേഷം 5 നേരത്തെ ഫർള് നമസ്കാരം നിർബന്ധമാക്കിയപ്പോൾ ഈ രാത്രി നമസ്കാരം തഹജ്ജുദ് പിന്നെ വിശദീകരിക്കാം. ഈ രാത്രി നമസ്കാരം നബിക്ക് നിർബന്ധമാക്കുകയും നമ്മുടെ മേൽ വലിയൊരു സുന്നത്തായി, പ്രബലമായൊരു സുന്നത്തായി അവശേഷിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. നബിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഈ തഹജ്ജുദ് രാത്രി നമസ്കാരം അത് നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 79-ാം ആയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസാ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദ എന്ന്. വമിനൽ ലൈലി നബിയെ, രാത്രിയിലും നീ എഴുന്നേൽക്കുക. അങ്ങനെ ഫതഹജ്ജദ് ബിഹി, നീ അള്ളാഹുവിന് വേണ്ടി നിർബന്ധമായും നീ തഹജ്ജുദ് നമസ്കരിക്കുക. തഹജ്ജദ് എന്ന് പറഞ്ഞ അമ്രാണ്, നിർബന്ധത്തിന്റെ സീഗയാണ്. അപ്പൊ ആ നിർബന്ധത്തിൽ നിന്ന് ഒഴിവാക്കിയാണ് നാഫിലത്തൻ ലക, ഈ നിർബന്ധം എന്നത് നിനക്ക് മാത്രമാണ് എന്ന്. അവ നിർബന്ധം നബിക്ക് മാത്രമാണ്. പിന്നെ 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം നമുക്കൊക്കെ അത് സുന്നത്താക്കി. ഈ രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടത് അത് ഒറ്റൊറ്റ റക്അത്തായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നബി ഒരു റക്അത്ത് മാത്രം നിസ്കരിക്കാറുണ്ട്, ചിലപ്പോൾ 3 റക്അത്ത് നിസ്കരിക്കാറുണ്ട്, ചിലപ്പോൾ 5 റക്അത്ത്, ചിലപ്പോൾ 7, ചിലപ്പോൾ 9. മാക്സിമം പരമാവധി 11 റക്അത്ത് നിസ്കരിക്കും. 11 നിസ്കരിക്കണമെന്ന് നിർബന്ധമല്ല. ആണിന് പെണ്ണിന് ആരോഗ്യം അനുസരിച്ച് ചുരുക്കാം. ചിലപ്പോൾ നബിന്റെ ആരോഗ്യ പ്രശ്നം കാരണം നബി ഒരു റക്അത്ത് മാത്രമായിട്ട് ചുരുക്കാറുണ്ട്. അങ്ങനെ ഒറ്റയായി നമസ്കരിക്കുന്നത് കൊണ്ട് ഇതിനെ വിത്ർ എന്ന് പറയുകയാണ്. വിത്ർ എന്നാണ് ഒറ്റയായി നമസ്കരിക്കുന്നത്. പിന്നീട് രാത്രി നിസ്കരിക്കുന്നത് കൊണ്ട് ഖിയാമുൽ ലൈല് എന്ന് പറയും, രാത്രി നമസ്കാരം എന്ന് പറയും. എല്ലാവർക്കും ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിച്ചോണമെന്നില്ല. പ്രത്യേകിച്ച് ഷുഗർ കംപ്ലൈന്റ്, പ്രമേഹ രോഗികൾക്കൊക്കെ ഉറങ്ങിയാൽ എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇസ്ലാം മതം ഇതിന്റെ ശ്രേഷ്ഠത പറ്റ നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് സാധിക്കാത്ത ആളുകൾക്ക് ഉറങ്ങണ മുമ്പ് എന്ത് ചെയ്യാം, വിത്റാക്കാൻ രാത്രി നമസ്കാരം നിർവഹിക്കാം. എന്ന് പറഞ്ഞാൽ ഇശന്റെയും സുബീന്റെയും ഇടയിലായിട്ട് നമസ്കരിക്കാൻ വിശാലത ചെയ്യാണ്. പക്ഷെ ഉറങ്ങിയ ശേഷം നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അതിന് തഹജ്ജുദ് എന്നും കൂടി പറയും. പേര് പറയുക എന്ന് മാത്രമല്ല, ഖുർആന്റെ താല്പര്യവുമായിട്ട് അത് യോജിക്കുകയും കൂടുതൽ ശ്രേഷ്ഠമായത് അതാണ് രാത്രി നിസ്കാരം തഹജ്ജുദ് ആക്കിയിട്ട് നമസ്കരിക്കലാണ്. പരിശുദ്ധ റമളാൻ മാസം വന്നാൽ അതിന് ഖിയാമു റമളാൻ എന്ന് പറയും. റമളാനിലെ രാത്രി നമസ്കാരം പിൽക്കാലത്ത് പണ്ഡിതന്മാർ പേര് നൽകിയതാണ് ഈ തറാവീഹ് എന്നത്. റമളാനിൽ നമ്മൾ പകൽ സമയത്ത് നോമ്പ് പിടിച്ച് ക്ഷീണിക്കുകയാണ്, എന്നിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. പിന്നെ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ആയതുകൊണ്ട് ഖുർആൻ ഓതി നമസ്കരിക്കുമ്പോൾ അതിന് കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടാകുക. അതാ റസൂൽ പറഞ്ഞത്, മാ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പ് കാലത്ത് പകൽ സമയത്ത് നോമ്പ് പിടിച്ച് ക്ഷീണിച്ചിട്ടും എഴുന്നേറ്റിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ഖുർആൻ ഓതി അള്ളാന്റെ മുമ്പിൽ കുനിയുകയും സാഷ്ടാംഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയ ചെറു പാപങ്ങളിൽ നിന്ന് പൊറുക്കാൻ മാത്രം ചെറു പാപങ്ങൾ പൊറുക്കപ്പെടും. അതിന് മാത്രം അതിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന് റസൂൽ നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്യുകയാണ്. ഇനി സ്നേഹിതന്മാരെ, ഈ രാത്രി ഈ തറാവി എന്ന് പേരുള്ള അല്ലെ ഖിയാമു റമളാൻ എന്ന പേരുള്ള ഈ നമസ്കാരം അത് നമുക്ക് 6 രീതിയിൽ നമുക്ക് നിർവഹിക്കാം. ഏറ്റവും ശ്രേഷ്ഠമായ രീതി, നിങ്ങൾ ഉറങ്ങിയ ശേഷം തഹജ്ജുദായിട്ട് നിങ്ങളെ വീട്ടിൽ വെച്ചിട്ട് ഒറ്റക്ക് നമസ്കരിക്കുക. രണ്ടാമത്തെ ശ്രേഷ്ഠമായ രീതി, നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഉറങ്ങിയ ശേഷം ഭാര്യയും കുട്ടികളൊക്കെ ഇതാക്കിയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കാം. വീട്ടിലെ ഭാര്യമാരെയും കുട്ടികളെയൊക്കെ ശേഖരിച്ചിട്ട് ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കാം. ഈ 2 രീതിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്തുകൊണ്ട് എന്നാൽ വിശുദ്ധ ഖുർആന്റെ താല്പര്യം ഖുർആൻ 5-6 ആയത്തുകൾ പറഞ്ഞതൊക്കെ നമ്മളെ ഇശന്റെ ഉടനെ നിസ്കരിക്കലെല്ലാം നേരെ മറിച്ച് ഉറങ്ങിയ ശേഷം നിസ്കരിക്കലാണ്. അതാണ് ഞാൻ നിങ്ങൾ ഓതിക്കൽപ്പിച്ച മുസമ്മിൽ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്,
ഇന്ന നാശിയത്തല്ലൈലി ഈ അശദ് വത്വാൻ വ അഖ്വമു ഖീല. രാത്രി ഉറങ്ങിയ ശേഷം എഴുന്നേറ്റിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ മനസ്സിൽ പതിയാനും തെറ്റുകൂടാതെ വചനങ്ങളൊക്കെ വാക്ക് നേരെയാവാനൊക്കെ ശരിയാവും എന്ന് അള്ളാഹ് പറയുകയാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ സ്വർഗവാസികളെ കുറിച്ച് വിശദീകരിച്ചത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വ തമഅ. കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കിടപ്പറയിൽ നിന്ന് തലയണയിൽ നിന്ന് അവരുടെ തലകൾ ഉയർന്നു പോകുന്ന, അവ തലയണയിൽ നിന്ന് ഉയരണം. അവ ഖുർആൻ തന്നെ വ്യക്തമാക്കി അവരുടെ ശിരസ്സുകൾ തലയിണയിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവര് നമസ്കരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞത് കാനോ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. യഹ്ജു എന്ന അന്ത്യയാമങ്ങളിൽ, രാത്രിന്റെ അന്ത്യയാമങ്ങളിൽ അല്പമേ അവർ ഉറങ്ങുകയുള്ളൂ. പിന്നെ വബിൽ അസ്സാരി ഹും യസ്തഗ്ഫിറൂൻ. ആ അത്തായ സമയത്ത് രാത്രിന്റെ അന്ത്യയാമത്തിൽ അവർ പടച്ചവനോട് ഇസ്തിഗ്ഫാറിനെ തേടുകയും ചെയ്യുമെന്നും വിശുദ്ധ ഖുർആൻ പറയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദ വഖിയാമ. ഫുർഖാനിലെ ഇബാദുർ റഹ്മാന്റെ സ്വഭാവമായിട്ടും പറഞ്ഞ് രാത്രിയിൽ അവസാന സമയങ്ങളിൽ ആനാലയിൽ വേറെ സ്ഥലത്ത് കാണാം അവര് അള്ളാഹ്ക്ക് വേണ്ടി നിൽക്കുന്നവരും സാഷ്ടാംഗം ചെയ്യുന്നവരുമായിട്ട് കഴിച്ചുകൂട്ടും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ വിശുദ്ധ ഖുർആന്റെ താല്പര്യം നമ്മൾ ഉറങ്ങിയ ശേഷം എഴുന്നേറ്റിട്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രവാചകന് 2 ദിവസം മാത്രമാണ് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നത്. അത് മിഷന്റെ ഉടനെ ആയിരുന്നില്ല, അത് തഹജ്ജുദ് ആയിട്ടായിരുന്നു. കാരണം തഹജ്ജുദ് നബിക്ക് നിർബന്ധമാണ്. തഹജ്ജുദ് നബി നഷ്ടപ്പെടുത്തിയില്ല. ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. നബി ഏകദേശം സുബോട് അനുബന്ധിച്ച് പള്ളിയിൽ വന്ന് ഒറ്റക്ക് നിസ്കരിച്ച, അപ്പൊ ഓത്ത് കേട്ടിട്ട് വന്ന് പിന്തുടർന്ന് അപ്പൊ ആദ്യം നിസ്കരിച്ചവര് പിറ്റേന്ന് എല്ലാവരോടും പറഞ്ഞു. അപ്പൊ 2-ാം ദിവസം നബി വന്ന് അങ്ങനെ സഹാബത്തൊക്കെ കൂടുതൽ പള്ളി നിറഞ്ഞു. 3-ാം ദിവസം നബി വരുന്നത് സുബഹി വരെ പ്രതീക്ഷിച്ചിട്ടും നബി വന്നില്ല. സുബഹിന്റെ വാങ്ങ് കൊടുത്തപ്പോ നബി വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ സമ്മേളിച്ചത് എനിക്കറിയാം, എങ്കിലും ജനങ്ങളെ സല്ലൂഫി ബുയൂത്തിക്കും. 2 കാരണമുണ്ട്. ഒരു കാരണം പറഞ്ഞ് ഞാൻ നിരന്തരമായി വരികയും നിങ്ങൾ എന്നെ തുറന്ന് നിസ്കരിക്കുകയും ചെയ്താൽ ജനങ്ങൾ ഇത് പടച്ചോൻ പറലാക്കുന്നല്ലോ കേട്ടോ. കാരണം പടച്ചോൻ പറലാക്കാൻ ഉദ്ദേശിച്ച നബി ഒളിച്ചോടിയാലും പടച്ചോൻ പറലാക്കാതിരിക്കൂലല്ലോ. ഹഷീത്വാൻ തുഫ്രലായിക്കുന്നാണ്. അത് ജനങ്ങൾ ഇത് ഫർളാണോന്ന് തെറ്റിദ്ധരിക്കുമെന്നാണ്. ഇതൊരു കാരണമാണ്. പക്ഷെ യഥാർത്ഥ കാരണം അതല്ല. കാരണം ഫർളല്ല നബി പറഞ്ഞാൽ തന്നെ മതിയല്ലോ, ഈ ഫർളാ തെറ്റിദ്ധരിക്കാതിരിക്കും. അപ്പൊ പ്രധാന കാരണം 2-ാമത്തെ കാരണം സഹീഹ് ബുഖാരി മുസ്ലിം പറഞ്ഞത് നബിയാണ് സല്ലൂഫി ബുയൂത്തിക്കും, ജനങ്ങളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചോളൂ. കാരണം ഈ തറാവി അടക്കമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമെന്ന് പറഞ്ഞു. പിന്നെ നബിന്റെ കാലത്തൊന്നും പിന്നെ ജമാഅത്തായി പള്ളിയിലില്ല, അബൂബക്കറിന്റെ കാലത്തും. പിന്നെ ഉമറിന്റെ കാലത്ത് ജനങ്ങൾ ധാരാളം ഇസ്ലാമിലേക്ക് വന്ന് അവർക്ക് ഖുർആനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ അവരിങ്ങനെ പല ഇമാമിന്റെ കീഴിൽ പല ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണ്. അപ്പൊ ഉമറാവ് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പള്ളിയിൽ ഒരു ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കാന്നല്ലാതെ പല ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കൽ ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു ഇമാമിന്റെ കീഴിൽ അവരൊക്കെ സംഘടിപ്പിച്ചു. എന്നിട്ട് ഉമറാവ് പിറ്റേന്ന് വന്നപ്പോ ഒരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കുകയാണ്. അപ്പൊ നല്ലൊരു പരിഷ്കരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമറാവ് പറഞ്ഞു ഇപ്പം കിടന്നുറങ്ങണ മനുഷ്യന്മാരെ ഉത്തമന്മാരട്ടോ ഇപ്പൊ നിസ്കരിക്കണേക്കാളും എന്ന് പറഞ്ഞ് ഉമറാവിൽ പങ്കെടുത്തതില്ല. ഉമറാവ് തഹജ്ജുദാക്കിയിട്ട് തന്നെ തറാവി നിസ്കരിക്കുകയാണ്. അപ്പൊ നബിസ്വല്ലല്ലാഹു ഈ തഹജ്ജുദ് നഷ്ടപ്പെടുത്തി ഒറ്റ തറാവിയും നമസ്കരിച്ചിട്ടില്ല. കാരണം നബി 2 ദിവസം നിസ്കരിച്ചത് തഹജ്ജുദായിട്ടാണ് എന്ന് ഹദീസിന് വ്യക്തമാണ്, വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സാധിക്കുന്നവർക്ക് ഖുർആനൊക്കെ ഹിഫ്ളുണ്ട്. അതുപോലെ തന്നെ എഴുന്നേറ്റാൽ ഉറങ്ങിയാൽ എഴുന്നേൽക്കുന്ന ഉറപ്പുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ വീട്ടിൽ വെച്ച് ഒറ്റക്ക് നമസ്കരിക്കുക തഹജ്ജുദായിട്ട്. അല്ലെങ്കിൽ ഭാര്യമാര് കുട്ടികളെയൊക്കെ സമ്മേളിപ്പിച്ചും കൊണ്ട് ആ ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുക. 3-ാമത്തെ രീതി, നിങ്ങൾക്ക് ഉറങ്ങിയ ശേഷം നിസ്കരിക്കാൻ സാധ്യമല്ല, എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധ്യമല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങണ മുമ്പായിട്ട് ഒറ്റക്ക് നിസ്കരിക്കാം. 4-ാമത്തെ രീതി, ഉറങ്ങണ മുമ്പായിട്ട് ഇശയ്ക്ക് ശേഷം നിങ്ങൾ ഭാര്യമാര് കുട്ടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ജമാഅത്തായി നിസ്കരിക്കാം. ഈ 4 രീതികൾ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 2 രീതി നമുക്ക് സ്വീകരിക്കാം. 1-ാമത്തെ രീതി, പള്ളിയിൽ നമസ്കരിക്കണ ആ ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്തിട്ട് തഹജ്ജുദായി നിസ്കരിക്കുന്ന സ്നേഹിതന്മാരുണ്ടല്ലോ, അവരൊരിക്കലും 11 റക്അത്ത് പൂർത്തിയായി നിസ്കരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ തഹജ്ജുദ് പിന്നെ എനിക്ക് നിസ്കരിക്കാൻ വഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റ, രാത്രിയിൽ അവസാനമായി നമസ്കരിക്കുന്നത് വിത്ർ ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു വൈദാ ഖശീത സുബഹ ഫൗതിർ ബിവായിദ,
സുബീന്റെ ബാങ്കിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നീ വിത്രാക്കാന്ന് പറഞ്ഞു. പിന്നെ ധാരാളം ഹദീസ്, ധാരാളം 10ഓളം ഹദീസ് ബുഖാരി മുസ്ലിമിൽ തന്നെ കാണാം. നബി രാത്രിയിൽ 8 നമസ്കരിക്കും. 8 റക്അത്ത് നമസ്കരിച്ചാലും സുബീന്റെ ബാങ്ക് കൊടുക്കാൻ കുറെ ടൈം ഉണ്ടാവും. അപ്പൊ നബി റക്അത്ത് ഒരിക്കലും ഏറ്റൂല. പ്രവാചകൻ എന്തെങ്കിലും ചിന്തിച്ചിങ്ങനെ കിടക്കും. അങ്ങനെ ഏകദേശം സുബീന്റെ സമയമായാൽ എഴുന്നേറ്റിട്ട് 3 റക്അത്തും കൂടി നിസ്കരിക്കും. അപ്പൊ റക്അത്തിൽ ഒരു കാലത്ത് മാറാൻ പാടില്ല. 11 നബി റമളാൻ മാസത്തിൽ ഏറ്റിയിട്ടില്ല. അത് ആയിഷ ബീവി പറഞ്ഞത് മാക്കാൻ റസൂലുള്ളാഹി യസീദു ഫി റമളാന വലാ ഫി ഗൈരി അലാ 11 റക്അ. നബി റമളാനിൽ രാത്രി നിസ്കാരമാവട്ടെ മറ്റുള്ള രാത്രി നമസ്കാരമായിട്ട് ഒരിക്കലും നബി 11 റക്അത്തിലേറ്റാറില്ല. പിന്നെ സഹീഹ് ബുഖാരി കിതാബു തറാവിഹ് ഒരു അധ്യായം കാണാം. മുസ്ലിം അബൂദാവൂദിലൊക്കെ കാണാം. അതിലൊക്കെ ആയിഷ ബീവിന്റെ ഈ 11 റക്അത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 23 ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമദി ഒന്നും ഉദ്ധരിച്ചിട്ടില്ല. ഈ 23 റക്അത്ത് ഉദ്ധരിക്കുന്നത് ഒന്ന് ബൈഹക്കിയാണ്. ബൈഹക്കിൽ ആദ്യം തന്നെ ആയിഷ ബീവിന്റെ 8, 3, 11 റക്അത്താണ് നാം ഉദ്ധരിക്കുന്നത്. പിന്നെയാണ് വാറോലയായി കെട്ടിണ്ടാക്കിയ ഖാനന്നാസ് യഖൂമുന ഖലീഫ ഉമറിന്റെ കാലത്ത് ജനങ്ങൾ 23 നിസ്കരിച്ചു എന്നാണ് വാറോല ഹദീസുകൾ ബൈഹക്കി ഉദ്ധരിക്കുന്നത്. അപ്പം ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ 11 എന്ന വിത്രാണ്, തറാവി വേറുണ്ട്. അങ്ങനെയല്ല. സഹീഹ് ബുഖാരിയിൽ കിതാബു തറാവിന്റെ അധ്യായത്തിലും ഈ 11 റക്അത്ത് തന്നെയാണ് നമസ്കരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അതായത് സാധാരണ തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്നേഹിതന്മാരാണെങ്കിൽ നിങ്ങൾ 11 പൂർത്തിയാക്കിയാൽ പിന്നെ തഹജ്ജുദ് നഷ്ടപ്പെട്ട് പിന്നെ നഫലിൽ നിന്നും പറഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. പിന്നെ അത് അനാചാര വിദ്നത്താണ്. കാരണം നബി 11 നിസ്കരിച്ചു കഴിഞ്ഞാൽ വിത്രാക്കി കഴിഞ്ഞാൽ പിന്നെ സുബീന്റെ വാങ്ക് വിളിച്ചാൽ ആ സുബീന്റെ മുമ്പുള്ള 2 റക്അത്ത് മാത്രമാണ് നിസ്കരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 റക്അത്ത് ഈ 2 സലാം ഇടുന്ന എന്തിനു വേണ്ടിയാ? നമുക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോവാൻ വേണ്ടിയിട്ടാണ്. പിരിഞ്ഞു പോവാൻ പാടില്ലെങ്കിൽ സലാമില്ല. കാരണം നിസ്കാരത്തിലെ അവസാനമല്ലേ സലാം, മഗ്‌രിബില് അവസാനത്തല്ലേ സലാം. കാരണം അതിന്റെ ഇടയ്ക്ക് പിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ ഈ 2 ഈ സലാം വെച്ചിട്ടുള്ളത് നമുക്ക് സൗകര്യപ്രകാരം നിസ്കരിക്കാം. അപ്പൊ 4 മാത്രം ഇമാമിന്റെ കൂടെ നിസ്കരിക്കാം. ഞാൻ തന്നെ 6 വേണമെങ്കിൽ നിസ്കരിക്കാം. ഇപ്പൊ ജിദ്ദയിലൊക്കെ ആലു ഷെയ്ഖിന്റെ വലിയൊരു പള്ളിയുണ്ട്, ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന പള്ളിയാണ്. അവിടെ 6 റക്അത്ത് നിസ്കരിച്ചിട്ട് ആണും പെണ്ണും പള്ളി തന്നെ പൂട്ടി പോവുകയാണ്. എന്നിട്ട് ഏകദേശം 3 മണി സമയത്ത് ഓല് വന്നിട്ട് ബാക്കിയുള്ള 5 റക്അത്ത് നമസ്കരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. 8 വേണമെങ്കിൽ വിട്ടുപിരിയാം. അത് തഹജ്ജുദ് സാധാരണ ആക്കിപ്പോരുന്ന സ്നേഹിതന്മാരാണെങ്കിൽ. അല്ലാതെ പരിശുദ്ധ റമളാൻ മാസകാലത്ത് ഖുർആൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ച തഹജ്ജുദ് ഇല്ല എന്ന് വരെ ചില പണ്ഡിതന്മാർ തങ്ങളുടെ താല്പര്യത്തിന് പ്രസംഗിക്കുന്നതായി കേട്ടിട്ടുണ്ട്. പരിശുദ്ധ റമളാൻ മാസം തഹജ്ജുദ് ഇല്ല എന്ന് വരെ. അപ്പൊ അതൊക്കെ വെറുതെ വിഡ്ഢിത്തരങ്ങളാണ്. അതൊക്കെ ചില താല്പര്യത്തിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ്. പരിശുദ്ധ റമളാൻ മാസകാലത്ത് തഹജ്ജുദ് നഷ്ടപ്പെടുത്താൻ സ്ഥിരമായി നമസ്കരിച്ചു പോകുന്ന ആളുകൾ തഹജ്ജുദ് നഷ്ടപ്പെടുന്നത് ശരിയല്ല. അപ്പൊ അങ്ങനെ വിട്ടുപിരിയലാണ് ആർക്കും ഉത്തമം, ഈ തഹജ്ജുദ് പതിവാക്കി പോരുന്നവർക്ക്. ഇനി അങ്ങനെയല്ല, തഹജ്ജുദ് സാധാരണ പതിവാക്കാറില്ല. പരിശുദ്ധ റമളാൻ മാസത്തിൽ ഖിയാമുൽ ലൈൽ എന്ന് ശ്രേഷ്ഠത ഉള്ളതുകൊണ്ട് നിസ്കരിക്കാന്നുള്ള ആളുകളാണ്. പിന്നെ ഉറങ്ങിയാൽ ഞാൻ ഏതായാലും നിസ്കരിക്കലും ഉണ്ടാവില്ല, കടിച്ചതും ഉണ്ടാവില്ല, പിടിച്ചതും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇളവ് അനുവദിച്ചതാണ്, അനുവദനീയ മാത്രമാണ്. അവർക്ക് ഇമാമിന്റെ കൂടെ 11 നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക. ബാങ്ക് സുബീന്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആ 2 റക്അത്ത് നിസ്കരിക്കാന്നല്ല, പിന്നെ നിങ്ങൾ ഖുർആൻ എടുത്തിട്ടൊക്കെ പാരായണം ചെയ്യാന്നർത്ഥം. ഇതാണ് അതിന്റെ രീതി. ഇങ്ങനെ 6 രീതിയിൽ നമുക്ക് നമസ്കരിക്കാം. ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ വിവരിച്ച 1, 2, 3, 4 രീതികളാണ്. വീടുമായി ബന്ധപ്പെട്ട രീതികളാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട രീതികളാണെങ്കിൽ ഞാൻ വിശദീകരിച്ച മാതിരി തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്നേഹിതന്മാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് 11 നിസ്കരിച്ച് തഹജ്ജുദ് നഷ്ടപ്പെടുത്തലല്ല, അവരെ സംബന്ധിച്ച് വിട്ടുപിരിയലാണ്. സാധാരണ തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണെങ്കിൽ അവർക്ക് 11 പൂർത്തിയായിട്ട് നമസ്കരിക്കാന്നർത്ഥം. പിന്നീട് സ്നേഹിതന്മാരെ, ഈ റമളാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ. അതുകൊണ്ട് നിസ്കാരത്തിലല്ലാതെയും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ആദ്യത്തത് വിശുദ്ധ ഖുർആന് പടച്ചവനെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തും കുനിഞ്ഞും കൊണ്ടും പടച്ചവനെ ഈ വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നുകൊണ്ടാണ് മനുഷ്യരായ ഞങ്ങൾ മനുഷ്യന്മാരായത്, അല്ലെ മൃഗത്തിന് തുല്യമാവുമായിരുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഈ രാത്രി നമസ്കാരത്തിൽ സുജൂദും റുക്കുവൊക്കെ ചെയ്ത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ ഖിയാമു റമളാന്, ഈ തറാവി ആണും പെണ്ണും കഴിവനുസരിച്ച് അത് നിർവഹിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ രീതി, നമസ്കാരത്തിലല്ലാതെ ഖുർആനുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധപ്പെടുക. എപ്പോഴും ബന്ധപ്പെടണം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് റമളാൻ മാസകാലം വന്നാൽ ജിബ്രീൽ മലക്കന്നെ വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഓതിക്കൊടുക്കുന്ന, നബിനോട് ഓതാൻ പറയും, തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കും. നബിന്റെ അവസാനത്തെ റമളാൻ മാസത്തിൽ 2 ഖത്തം തീർത്തുന്ന 2 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ നബിനോട് ഓതിപ്പിക്കും.
തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുന്ന. അപ്പൊ വിശുദ്ധ ഖുർആനുമായിട്ട് റംസാൻ മാസത്തിൽ എപ്പോഴും നമ്മൾ ബന്ധം സ്ഥാപിക്കണം. ഈ മാസത്തിൽ പ്രത്യേകം ബന്ധം സ്ഥാപിക്കാം. ഇതൊരു സ്നേഹിതന്മാരെ നമുക്ക് 2-3 രീതിയിൽ ബന്ധം സ്ഥാപിക്കാം. ഒന്നാമത്തത് ഖുർആന്റെ അർത്ഥമൊക്കെ പഠിച്ച സുഹൃത്തുക്കളാണെങ്കിൽ 1-2 ആയത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ച് ഗവേഷണം ചെയ്ത് പഠനം നടത്താം. ഇതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ പറഞ്ഞ് അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ ഖുർആൻ ഉറ്റാലോചിക്കണില്ല, ചിന്തിക്കണില്ലേ? നിങ്ങളെ മനസ്സിന് ചില ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിക്കണോ, ലോക്ക് ഇട്ടിക്കണോ ചോദിച്ചു. അപ്പൊ ലോക്ക് തുറക്കേണ്ട മാസമാണ് ഇത്. അപ്പൊ നമ്മൾ ലോക്ക് തുറക്കണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ അങ്ങനെ അടിച്ചു വിട്ട് അർത്ഥറിയാതെ ഓടിയോതുണ്ട്. ലോക്ക് പൂട്ട് തുറയില്ല. പൂട്ട് തുറയണമെങ്കിൽ അള്ള പറയുന്നത് നിങ്ങൾ ഖുർആനിൽ ഉറ്റാലോചിക്കണം. പിന്നെ അള്ള പറഞ്ഞ വലക്കത് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ വളരെ ലഘൂകരിച്ചിട്ടുണ്ട്. എന്തിന്? ചിന്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്നിട്ടോ അല്ലെങ്കിൽ കൂട്ടായി 8-10 സുഹൃത്തുക്കൾ അഭിമുഖമായി ഇരിക്കുക. എന്നിട്ട് ഓതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഖുർആന്റെ അർത്ഥത്തെ കുറിച്ച് അതിന് എന്തൊക്കെ പിടിച്ചെടുക്കാം അങ്ങനെ ചർച്ച ചെയ്യാം. അതിന് പ്രത്യേക താല്പര്യം നബി കാണിച്ചിട്ടുണ്ട്. ബുഖാരി മുസ്ലിമിനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു ഒരു മജ്ലിസിന്, ഒരു സദസ്സിന് പ്രത്യേകിച്ച് പടച്ചവന്റെ അനുഗ്രഹവും മലക്കുകൾ ആ സദസ്സിന് വന്ന് ഇരിക്കുക വരെ ചെയ്യും. എന്നിട്ട് നബി പറഞ്ഞ മജ്ലിസ് ഏതാ? ഇങ്ങനെ സ്വലാത്ത് ചെല്ലാന്നല്ല, കൂട്ടസലാത്ത് ചെല്ലാന്നല്ല. നബിയാണ് യഖ്റഊന ഖുർആന വയതദാറസൂന ബൈനഹുന്ന. ഖുർആൻ ഓതും. എന്നിട്ട് തദാറസ എന്നാണ് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുക എന്നർത്ഥം. ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് അവർ പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കും. ആ സദസ്സിന്, മജ്ലിസിന് പ്രത്യേകം റഹ്മത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് ഓതിങ്ങാണ്ട് ചിന്തിച്ചും കൊണ്ട് ഓതി ആ രീതി സ്വീകരിക്കാം. അല്ലെങ്കിൽ ഏത് സ്വീകരിക്കാം? 8-10 ആളുകൾ കൂടിയിരുന്ന് അഭിമുഖമായി ഇരുന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയ 8-10 ആയത്ത് ഓതിയിട്ട് ഇന്ന് ഇതിന്റെ ഒക്കെ എന്തൊക്കെ ആശയങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാം. ഇങ്ങനെ പരസ്പരം പഠിച്ചും കൊണ്ട് പോകുക എന്നർത്ഥം. ഈ രീതിയാണ് ഏറ്റവും നല്ലത്. ഇനി ഖുർആൻ അറിയാത്ത സ്നേഹിതന്മാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് നിങ്ങൾ റംസാൻ മാസത്തിൽ 4 സൂറത്തിന്റെ അർത്ഥമെങ്കിലും പഠിച്ചാം. വല്ലസറിന്റെയോ അല്ലെ സൂറത്ത് ഫലക്കിന്റെയോ ഇഖ്ലാസിന്റെയോ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിക്കുക. ഇങ്ങനെ അർത്ഥം പഠിച്ചു പോവുക. ഒരു 4 സൂറത്ത് ഈ റംസാൻ മാസത്തിൽ നിങ്ങൾ ഹിഫ്ളാക്കി, പിന്നെ അടുത്ത കൊല്ലം ഒരു 4 ഇതാക്കി. അപ്പൊ ഏകദേശം സ്നേഹിതന്മാരെ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തിന്റെ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിച്ചൂടെ? എന്നാൽ നമ്മ ഖുശൂ കിട്ടും ചെയ്യൂലേ? ഖുശൂ ഇല്ലാതെ നമ്മൾ ചൊറിഞ്ഞ് മാന്തി ഇങ്ങനെ നിൽക്കണ എന്താ? ഈ ഓതണിന്റെ അർത്ഥമൊന്നും നമുക്കറിയാത്തത് കൊണ്ടാണ്. അപ്പം അർത്ഥം അറിയാത്ത ആണിനും പെണ്ണിനും ഏറ്റവും നല്ല രീതി ഏത് രീതിയാണ്? നിങ്ങൾ 1-2 സൂറത്തോ പഠിച്ചു പോകുക. രണ്ടാമത്തെ രീതി, നിങ്ങൾ മൗലവിയിലെ ഏതെങ്കിലും പരിഭാഷ എടുത്തിട്ട് ആയത്ത് ഓതുക. എന്നിട്ട് അതിന്റെ പരിഭാഷ വായിക്കുക, വ്യാഖ്യാനം വായിക്കുക. അങ്ങനെയാവുമ്പോൾ ചിലപ്പം അൽബഖറ ആലുംറാനെ ഈ റംസാനിൽ പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. എങ്കിലും 10 ഖത്തം തീർക്കണേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇതാണ്. എന്നാൽ അൽബഖറിൽ എന്ത് പറഞ്ഞ്, ആലുംറാനിൽ എന്ത് പറഞ്ഞ് നീ കൊല്ലം നമുക്ക് മനസ്സിലായില്ലേ? നീ ഒരു കൊല്ലങ്ങൾ നിസായി 2 സൂറത്താണ്ട് പരിഭാഷ വായിച്ച് പഠിക്കുക. അപ്പൊ പരിഭാഷ വായിച്ച് പഠിക്കുക എന്നുള്ള രീതിയാണ് അർത്ഥം അറിയാത്തവർക്ക് രണ്ടാമത് ഏറ്റവും നല്ലത്. പിന്നുള്ളത് അതായത് അർത്ഥം അറിയാതെ ഓതുക. വിശുദ്ധ ഖുർആന് അർത്ഥം അറിയാതെ ഓതിയാലും പുണ്യം കിട്ടും. കാരണം അള്ളാന്റെ ഖുർആനല്ല, കലാമല്ല എന്ന് വിചാരിച്ചിട്ട് അത് ധാരാളം ഹദീസിന്ന് നമുക്കത് മനസ്സിലാവും. നബി പറഞ്ഞു ഒരാൾ ഖുർആൻ ഓതാൻ പഠിച്ചിട്ടില്ല, അങ്ങനെ ഓതും അങ്ങനെ തെറ്റ് പറ്റുന്നുണ്ട്, എന്നാലും 2 പുണ്യുണ്ട് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും. ഉമ്മിപ്പയും മകനെ അതൊന്നും പഠിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഭൗതികനായി വളർത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഡോക്ടർ ആയപ്പോഴാണ്, എഞ്ചിനീയർ ആയപ്പോഴാണ് പഠിച്ചോനെ അവർ കണ്ട് മനസ്സിലാക്കിയത്. അപ്പം ഓതാനൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കട്ടവണ്ടി പോണ മതി, കാളവണ്ടി പോണ മാതിരി അങ്ങനെ ഓതുകയാണ്. തെറ്റ് വച്ചുന്നുണ്ട്, എന്നാലും അവർക്ക് 2 പുണ്യുണ്ട്. ആ തെറ്റ് കൂടാതെ ഓതുകയാണെങ്കിൽ അവർ മലായിക്കത്തിന്റെ കൂടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരെ മറിച്ച് നിങ്ങൾ റിഫായി മാലി മുയദ്ദിമാലി ഒക്കെ അർത്ഥസഹിതം നിങ്ങൾ ഓതിയാലും അതൊന്നും കിട്ടൂല. മുയദ്ദിമാലിക്കാണ് മണിമാളങ്ങൾ കിട്ടും. മുയദ്ദിമാലങ്ങൾ ഇതാക്കിയാല് സ്വർഗത്തിലെ മണിമാളങ്ങൾക്ക് തരുന്നൊക്കെ മുയദ്ദിമാലി പറഞ്ഞു കാണാം. അതൊക്കെ ശുദ്ധ വ്യാജാണ്, കളവുകളാണ്. വിശുദ്ധ ഖുർആന് പഠിച്ചവന്റെ കിതാബല്ലേ എന്ന് വിചാരിച്ച് ഓതിയാലും എന്ത് നമുക്ക് പ്രതിഫലം കിട്ടുകയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ 4 കൊല്ലം ഞാൻ 4 ഖത്തം തീർക്കും അല്ലെ 5 ഖത്തം തീർക്കും എന്ന് നേർച്ചയാക്കിയിട്ട് ഈ മാരുതികാരും സൻകാറൊക്കെ പോണ മാതിരി അടിച്ചു വിടുകയല്ല നല്ലത്. സാവധാനങ്ങൾ ഓതുക. കാരണം ഖുർആൻ പറഞ്ഞ റത്തിലിൽ ഖുർആന തെർത്തിയിലാണ്. അപ്പൊ ഒരു ജുസ് അല്ലെങ്കിൽ ഒരു ഖത്തേ തീർക്കാൻ പറ്റുള്ളൂ. എങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. നിങ്ങൾ 3 ഖത്തം തീർക്കാൻ നേർച്ചയാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് അടിച്ചു വിടലല്ല. അപ്പൊ ഖുർആന്റെ മര്യാദ വരെ നമ്മൾ ഓതുന്നോട്ട് നമ്മൾ പാലിക്കണില്ല. അപ്പം നിങ്ങൾ മുസാബെടുത്ത് അർത്ഥം അറിയാതെ ഓതുകയാണെങ്കിലും നിങ്ങൾക്ക് പുണ്യം അല്ലാതെ വരും. പക്ഷെ ഏറ്റവും നല്ലത് നിങ്ങൾ ഇങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് ഓതല്ല, സാവധാനം
ഓതിപ്പോരുക എന്നുള്ളതാണ്. ഈ രീതികളൊക്കെ നമ്മൾ സ്വീകരിക്കാം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമായതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഖുർആനുമായി നമസ്കരിച്ചും കൊണ്ടും അല്ലാതെയും ഖുർആനുമായി ബന്ധപ്പെടാൻ സാധ്യതാക്കാം. പിന്നെയുള്ള സ്നേഹിതന്മാരെ മൂന്നാമത്തത് കാരണം അള്ളാഹു നൂറു സമാവാത്തി വല്ലർ മസല നൂരിഹി കമിഷ്കാത്തി ഫിഹാ മിസ്ബാഹ് എന്ന് പറഞ്ഞു. പടച്ചവന്റെ വിശുദ്ധ ഖുർആനെ അള്ള ഉപമിക്കാണ്, ഖുർആന്റെ പ്രകാശത്തെ ഉപമിക്കുക. അത് ഒരു വിളക്ക് പോലെയാണ്, ഏത് വിളക്ക് മാടം പോലെയാണ്. അതിൽ വിളക്കുണ്ട്, ആ വിളക്ക് എന്ന ഖുർആനാണ്. അത് ഏത് കാറ്റടിച്ചാലും എന്താവില്ല, അത് കട്ടുപോയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫീ ബുയൂത്തിൻ അതിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീ അസ്മുഹു. വിശുദ്ധ ഖുർആൻ ആദ്യമായി ലോകത്ത് പ്രചരിപ്പിക്കേണ്ട എവിടുന്നാണ്? ഈ അള്ളാഹിന്റെ വീടായ ബൈത്തുള്ളയായ പള്ളിയിൽ നിന്നാണ്. ആ പള്ളിയും വിശുദ്ധ ഖുർആനും നല്ല അഭേദ്യമായ നല്ല ബന്ധമുണ്ട്. കാരണം ഖുർആന്റെ മഹത്വമൊക്കെ അള്ള പറഞ്ഞത് സൂറത്ത് നൂറില് അവസാനമായിട്ടല്ല പറയുന്നത് ഖുർആന്റെ ഹിദായത്ത് സന്മാർഗം അത് അള്ളാഹിന്റെ പള്ളിയിൽ വെച്ചിട്ടായിരിക്കണം. പാർലമെന്റിലേക്കും കക്കൂസിലേക്കും അടുക്കളയിലേക്കും പാടത്തേക്കും എല്ലാ സ്ഥലത്തേക്കും പ്രചരിക്കേണ്ടത് പള്ളിയിൽ വെച്ച്, പ്രത്യേകിച്ച് പള്ളിയെ മിമ്പർമ വെച്ചിട്ടായിരിക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് സൂചന നൽകുകയാണ്. അതുകൊണ്ട് സ്നേഹിതന്മാരെ പരമാവധി എന്ത് ചെയ്യുക, പള്ളിയുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ തൊഴിലൊന്നുമില്ല, ജോലിയൊന്നുമില്ല, വെറുതെ ഇരിക്കുന്ന ആളുകൾ പീഡികത്തിന്റെയിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് ഏഷണി നമീമത്തൊക്കെ പറഞ്ഞു പോവാ. അത്തരം സ്ഥലത്ത് ഇരിക്കുമ്പോ അങ്ങനെ ചെലവാക്കണേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഈ മാസം മുഴുവനും സൗകര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒഴിവാണ്, ജോലിയൊന്നുമില്ല എങ്കിൽ വീട്ടിലിരുന്നിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ പീഡിക കൊലയിൽ ഇരുന്നിട്ടൊക്കെ ചെലവ് ചെയ്യുന്നേക്കാൾ ഏറ്റവും നല്ലത് പള്ളി ആണ്. പള്ളിയുമായി ബന്ധം സ്ഥാപിക്കലാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 ഈത്തികാഫ് ഇരിക്കല്. ഈത്തികാഫ് സുന്നത്താണ്. വിശുദ്ധ ഖുർആൻ തന്നെ മനസ്സിലാക്കും. അള്ള പറഞ്ഞ് വലാ തുബാശിറുഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദി. നിങ്ങൾ പള്ളിയിൽ ഭജനം ഇരിക്കുമ്പോൾ, ഈത്തികാഫ് ഇരിക്കുമ്പം സ്ത്രീകളുമായി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടരുത്. പള്ളിയിൽ ഈത്തികാഫ് ഇരിക്കുക അല്ലെങ്കിലും സ്നേഹിതന്മാരെ നോമ്പുകാരനായിങ്ങാണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ലല്ലോ. പക്ഷെ അപ്പൊ എന്തിനാ അള്ള പറഞ്ഞത്? ഇത് നിങ്ങൾ പള്ളിയിൽ ഈത്തികാഫ് ഇരിക്കുമ്പം നിങ്ങൾ ദാമ്പത്യ ബന്ധം സ്ഥാപിക്കരുതെന്ന് പറഞ്ഞ് അത് പറയാനുള്ള കാരണം ഈത്തികാഫ് ഒരു പുണ്യകർമ്മമാണ്. അത് നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടുമാണ് എന്നർത്ഥം. അപ്പൊ അവസാനത്തെ 10 അതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അത് അങ്ങനെ അവസാനത്തെ 10 ആവുമ്പോൾ കൂടുതൽ ബന്ധം സ്ഥാപിക്കാം. അല്ലാത്ത സമയത്ത് സമയം വെറുതെ ഒഴിവാണെങ്കിൽ നിങ്ങൾ തൊഴിലൊക്കെ ഉപേക്ഷിച്ച് എപ്പോഴും പള്ളി കൂടണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അങ്ങനെ നിങ്ങളെ തൊഴിലിനൊന്നും തടസ്സാവാൻ പാടില്ല. അങ്ങനെ തടസ്സാവാത്ത നിലക്ക് പടച്ചോനെ പള്ളിയുമായി ബന്ധപ്പെടാൻ സ്ഥാപിക്കുക. പിന്നെ കഴിഞ്ഞതിന് ഞാൻ പറഞ്ഞ മാതിരി റമദാൻ മാസത്തിൽ ഷെഹ്ർ പരസ്പര സഹായത്തിന്റെ മാസമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്നേഹിതന്മാരെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും മറ്റുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. റമദാൻ മാസത്തിൽ പള്ളി തന്നെ ചടഞ്ഞിരിക്കണം എന്നല്ല, ആസ്പത്രി രോഗികൾ ചെന്ന് കാണണം, അവർക്ക് പ്രചോദനം നൽകണം. നമ്മളെപ്പോലുള്ള ആമിനക്കുട്ടിയും അതുപോലെ അഹമ്മദ് കുട്ടിയൊക്കെ ആസ്പത്രിയിൽ നരകിച്ച് നിൽക്കുന്നുണ്ടാവും റമദാൻ മാസത്തിൽ. അപ്പൊ അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കണം. പള്ളിയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. കാരണം നബിന്റെ ആ റമദാനിലെ പ്രവർത്തനം ഇബാദത്ത് പള്ളിയിൽ മാത്രമായിരുന്നില്ല. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം, കഷ്ടപ്പെടുന്നവരെ കണ്ണീരൊപ്പല്, ആ വിഷയത്തിന് റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മറ്റു മാസത്തെക്കാളും ജാഗ്രത പുലർത്തുകയും വേണം. റസൂൽ അത് ഉപദേശിച്ചതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് അതായത് പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ റമദാനിലെ ആദ്യത്തെ 10 ഇന്നത് ചൊല്ലാം, രണ്ടാമത്തെ 10 ഇന്നത് ചൊല്ലാം, അവസാനത്തെ 10 ഇന്നത് ചൊല്ലാം. അങ്ങനെ ആദ്യത്തെ 10 രണ്ടാമത്തെ 10 പ്രത്യേകിച്ച് പ്രാർത്ഥന നബിയിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷെ അവസാനത്തെ 10 അത് ആയിഷാ ബീബി ചോദിച്ചു, നബിയെ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസങ്ങളാവുമ്പം മാതാ അക്കൂലി ഞാൻ എന്താണ് പറയേണ്ടത് പ്രാർത്ഥിക്കുന്ന ചോദിച്ചു. അപ്പൊ അക്കൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചോനെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണം. അപ്പൊ അവസാനത്തെ 10 നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന മാത്രമേ നബിചര്യയിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളൂ. അതേ സമയത്ത് നിങ്ങൾ ഒന്നാമത്തെ 10 രണ്ടാമത്തെ 10 ചൊല്ലുന്നത് അത് വിദഅത്താണ്, അത് വർജിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതുമ മാത്രങ്ങൾ കടന്ന് പിടികൂടണ്ട. അതും ചൊല്ലാം, മറ്റുള്ളതും ചൊല്ലാം, കൂട്ടത്തിൽ അതും ചൊല്ലാന്നുള്ളൂ. അറിയുന്ന ദിക്റുകൾ പ്രാർത്ഥനകളൊക്കെ ഈ മാസത്തിൽ എന്താ നബിസ്വല്ലല്ലാഹു വർദ്ധിപ്പിക്കാറുണ്ട് എന്ന് ഹദീസ് ഗ്രന്ഥത്തിൽ വന്നതാണ്. അപ്പം അത്തരം പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കാം. ഇത്തരം കാര്യങ്ങൾ ആണ് റമദാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിച്ച് ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തക്കിങ്ങളായി ജീവിച്ച് മരിക്കണം. മഹത്തായ ഭാഗ്യം പടച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ദാനം ചെയ്യണമേ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ.
അമ്മാ ബഅദു ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഒന്നുകൂടി എന്നോടെന്ന പോലെ സ്നേഹം നിറഞ്ഞ പ്രിയം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, മറ്റു ചില പുണ്യകർമ്മങ്ങൾ നബിചര്യയിൽ വന്നിട്ടുള്ളത് നബിസ്വല്ലല്ലാഹു ഫത്ര സായിമൻ, ആരെങ്കിലും ഒരു നോമ്പ് നോറ്റ ആളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവന് അതിന്റെ പുണ്യമുണ്ട്, നോമ്പ് നോറ്റിന്റെ ആ പുണ്യമൊക്കെ ലഭിക്കും എന്ന് പറയുന്ന ഹദീസുകൾ നബിയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതും ഒരു നല്ലൊരു പുണ്യകർമ്മം തന്നെയാണ്. അത് ദരിദ്രന്മാരെ മാത്രമേ തുറപ്പിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നബി ഇങ്ങനെ സായിമെന്നേ പറഞ്ഞിട്ടുള്ളൂ, നോമ്പ് നോറ്റവെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മുതലാളി ആവട്ടെ ആരാവട്ടെ നോമ്പ് തുറപ്പിക്കല് വലിയൊരു കാര്യമാണ്. പക്ഷെ എങ്കിലും പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദരിദ്രരെയാണ്. കാരണം പടച്ചോന് വേണ്ടി കുറെ മണിക്കൂർ നേരം പട്ടിണി കടന്ന് ഇനി ആ പടച്ചോൻ പറഞ്ഞ മാതിരി മഗ്‌രിബ് ആയി സൂര്യൻ അസ്തമിച്ചിട്ടും പിന്നെയും പട്ടിണി കിടക്കാൻ അവസരം നമ്മൾ ഉണ്ടാക്കരുത്. ഓന് അപ്പം ദരിദ്രന്മാരാണെങ്കിൽ പ്രത്യേകിച്ച് പുണ്യം കിട്ടും. പക്ഷെ ഈ വിഷയത്തിൽ ദരിദ്രന്മാരെ മാത്രമേ തുറപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഒന്നും ഖുർആനും സുന്നത്തും അതിന്റെ വ്യവസ്ഥ വെച്ചിട്ടില്ല. അപ്പൊ അതൊരു പുണ്യകർമ്മ. പിന്നീട് നോമ്പ് തുറക്കുന്ന അവസരത്തിലുള്ള പ്രാർത്ഥന അതിന് നബി പ്രത്യേക ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അതിന് നബിയിൽ നിന്ന് വന്ന പ്രാർത്ഥന അല്ലാഹു മലക സുംതു എന്ന ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രബലമായത് എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയാണ്. അതും ചൊല്ലാം. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ കുറച്ചു സമയം നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എടുക്കുക. പക്ഷെ ഈ പൊരിച്ചതും പരറ്റിയതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ മറക്കുകയാണ്, വേഗം അടിമക്കട ചാടി വീഴാണ്. അങ്ങനെ അടിമക്ക് നിന്ന് ചാടി വീഴാതെ ആ തുറക്കണ സമയത്ത് കുറച്ച് അള്ളാഹുവിനോട് മനസ്സ് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം. പിന്നെയുള്ള സ്നേഹിതന്മാരെ, ഈ റമദാനിൽ ഈ അത്താഴാണ്, അത് വലിയൊരു പുണ്യകർമ്മമാണ്. അത്താഴം കഴിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ് എന്നാണ് തോന്നിപ്പോവുക. കാരണം വ്യത്യാസം ജൂതന്മാരുടെയും നമ്മുടെയും നോമ്പിന്റെ ഇടയിലുള്ള ഫർക്ക് വ്യത്യാസം തന്നെ അത്താഴമാണ്. അതുകൊണ്ട് വലാ തദഉഹു, നിങ്ങൾ ഒരിക്കലും അത്താഴത്തെ ഉപേക്ഷിച്ചത് വലോ യജ്റാഅദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരു തുള്ളി വെള്ളെങ്കിലും കുടിക്കുക, ഒരു തുള്ളി വെള്ളെങ്കിലും കുടിച്ചിട്ട് അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. കാരണം നമ്മുടെ നോമ്പിന്റെയും ജൂതന്മാരുടെ നോമ്പിന്റെ ഇടയിലുള്ള ഫർക്ക് അത്താഴമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ അസ്സഹൂറു ബർക്കത്തുൻ കുല്ലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം അത്താഴം മുഴുവനും ബർക്കത്താണ് എന്നൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പം അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സ്നേഹിതന്മാരെ വലിയൊരു ഇബാദത്താണ്. എന്നെ സംബന്ധിച്ച് അത്താഴം കഴിക്കാതെ നോമ്പ് നോൽക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കലാണ് വലിയ കാര്യം. അതാണ് വലിയ പ്രയാസം. ഷുഗർ കംപ്ലൈന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ പ്രയാസമാണ്. പിന്നെ ആ തഹജ്ജുദ് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേരെങ്കിലും ഒന്ന് കിടന്നുറങ്ങാ, അതിനൊക്കെ തോന്നിപ്പോകുക എന്നർത്ഥം. അപ്പം അത്താഴത്തിന് എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെ ചിലരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് അത്താഴം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കലല്ല, അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളത് വലിയൊരു ഇബാദത്താണ്, ഒരു പുണ്യകർമ്മമാണ്. അപ്പൊ അത്താഴം ഉപേക്ഷിക്കാതിരിക്കുക. പിന്നെ അതിൽ നബിന്റെ ഏറ്റവും വലിയ പ്രബല സുന്നത്ത് പരമാവധി പിന്തിപ്പിക്കുക. അത് ഖുർആനിനെ കിട്ടുമല്ലോ, ഫക്കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി എന്ന് ഖുർആൻ പറയാ. നിങ്ങൾ ആ യഥാർത്ഥ പ്രഭാതം, കള്ളപ്രഭാതല്ല അങ്ങനെ അള്ളാഹ് പറഞ്ഞത്. പ്രഭാതം രണ്ടെണ്ണം ഉണ്ട്. ഇപ്പൊ 3 മണി സമയത്തിന് പ്രഭാതം ഉണ്ട്, അത് പക്ഷികൾക്ക് വരെ അമളി പറ്റുന്നതാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞത് എന്താ, യഥാർത്ഥ പ്രഭാതം എന്നാണ് സുബ്ഹിന്റെ ആ ബാങ്ക് കൊടുക്കുന്ന ആ പ്രഭാതം. ആ പ്രഭാതം വരെ നിങ്ങൾ തിന്നും കുടിക്കുകയൊക്കെ ചെയ്തോളി എന്ന് അള്ളാഹ് പറഞ്ഞതാണല്ലോ, ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അപ്പൊ പരമാവധി പിന്തിക്കുക. ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം, നബിന്റെ കാലത്ത് അത്താഴത്തിന്റെ സമയം അറിയിക്കാൻ വേണ്ടി ഒരു ബാങ്ക് ഉണ്ടായി. അത് ബിലാലാണ് ബാങ്ക് കൊടുക്കുക. പിന്നെ സുബീന്റെ ബാങ്ക് അബ്ദുല്ലാഹി ഇബ്നു മക്തുമ കൊടുക്കുക. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബിലാലിന്റെ ബാങ്ക് കേട്ടിട്ട് നിങ്ങൾ എഴുന്നേറ്റ് തിന്നും കുടിക്കും ചെയ്താൽ മതി എന്നാണ്. ബിലാല് ബാങ്ക് അവിടെ കൊടുത്തിട്ട് ബാങ്കിന് ശേഷമുള്ള ദുആ കഴിഞ്ഞ ആ മിനാരം, പള്ളിന്റെ മിനാരത്തിൽ നിന്നിട്ട് ഇറങ്ങിയാല് സുബീന്റെ ബാങ്ക് കൊടുക്കാൻ അബ്ദുല്ലാഹി ഇബ്നു മക്തും കയറുന്ന. അപ്പൊ നോക്കി നിങ്ങൾ 5-10 മിനിറ്റിന്റെ വ്യത്യാസമല്ല ഉണ്ടാകുക. അതായത് അത്താഴം ബിലാലിന്റെ ബാങ്ക് കേട്ടിട്ട് നിങ്ങൾ നബി പറയാണ്, കേട്ടിട്ട് നിങ്ങൾ എഴുന്നേറ്റ് അത്താഴം കഴിച്ചാൽ മതി. എന്നിട്ട് ബുഖാരി മുസ്ലിമിന്റെ ഹദീസിൽ പ്രത്യേകം തന്നെ പറയാണ്, ബിലാൽ അത്താഴത്തിന്റെ ബാങ്ക് കൊടുത്ത് ആ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം സുബിന്റെ ബാങ്ക് കൊടുക്കാം, അബ്ദുല്ലാഹി ഇബ്നു മക്തും കയറുന്ന. പിന്നെ വേറെ ഹദീസ് ബുഖാരി മുസ്ലിമിൽ തന്നെ മറ്റൊരു ഹദീസ് കാണാം, സെയ്ദ് ബിൻ സാബിത്തിന് പറഞ്ഞ് തസഹർനാ മാ റസൂലില്ല, നബിന്റെ കൂടെ ഞങ്ങൾ അത്താഴം കഴിക്കാറുണ്ടെന്ന്. അപ്പൊ താബി ചോദിച്ചു, നിങ്ങൾ നബി അത്താഴം കഴിച്ചാൽ നിങ്ങൾ അത്താഴം കഴിച്ചാൽ സുബിന്റെ ബാങ്കിന് എത്ര സമയം ഉണ്ടാവും? അപ്പൊ 50 ആയത്ത്
മധ്യ നിലവാരത്തിലുള്ള ഒരു 50 ആയത്തോതാൻ ടൈം ഉണ്ടാവുള്ളൂ. സുബിന്റെ ബാങ്ക് വിളിക്കാൻ എന്ന് പറയുകയാണ്. അപ്പൊ പരമാവധി നിങ്ങൾ പിന്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു അളവ് തന്നിട്ടുണ്ട്. ഇപ്പൊ അബൂബക്കർ, ഉദൈഫത്ത് പോലെയുള്ള പ്രഗത്ഭ സഹാബിമാര് ഈ സുബിന്റെ നിസ്കാരം കഴിഞ്ഞിട്ടും സൂര്യൻ ഉദിക്കണ മുമ്പായി അത്താഴം കഴിച്ചതായി സഹിയായി ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊന്നും നമ്മൾ പൂർണ്ണമായി യോജിക്കണില്ല. നബിചര്യം വിശുദ്ധ ഖുർആന്റെ പ്രസ്താവന എന്നൊക്കെ മനസ്സിലാക്കുന്നത് 2ാമത്തെ പ്രഭാതം സുബീന്റെ വരെ എന്ന് തന്നെയാണ്. എങ്കിലും നബ്സാസം പറഞ്ഞ് ഇതാ സമയത്തു മുന്നിത, നിങ്ങൾ സുബീന്റെ ബാങ്ക് കേട്ട്, സുബീന്റെ ബാങ്കിനെ ഉദ്ദേശിച്ച കേട്ടോ. മിഷ്കാത്തിൽ വരെ പറയുന്നുണ്ട് സുബീന്റെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉടനെ ചാടിക്കുടഞ്ഞ് എഴുന്നേൽക്കേണ്ട ആവശ്യമല്ല. വായിലുള്ളത് യാഥാസ്ഥിക വിമാൻ പറയുന്ന മാതിരി വായിലുള്ള തുപ്പിക്കാളിയും വേണ്ട ആവശ്യമല്ല. ഫല്യഖ്ലി ഹാജതഹു, നിങ്ങളെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് നിർവഹിക്കാം. അതുവരെ നിങ്ങൾക്ക് ആ ആവശ്യം തീർന്നു വരെ തിന്നാന്ന് പറഞ്ഞു. ഇത് പള്ളി ദർശിലൊക്കെ ഇതാക്കണാണ് മിർക്കാത്ത് എന്നുള്ളത്. ആ മിർക്കാത്തിൽ പ്രത്യേകം തന്നെ പറഞ്ഞത് സുബീന്റെ ബാങ്ക. കാരണം അത്താഴത്തിന്റെ ബാങ്കിന് നിങ്ങൾ പാത്രം തിന്നുകൊണ്ടിരിക്കാനുള്ള നിബന്ധന അല്ലല്ലോ. അത്താഴത്തിന്റെ ബാങ്കിനെ കുറിച്ച് നബിയാണെങ്കിൽ അത്താഴത്തിന്റെ ബാങ്ക് കേട്ടിട്ട് നിങ്ങൾ എഴുന്നേറ്റ് തിന്നാൽ മതി എന്നാ. ഈ ഹദീസിൽ അങ്ങനെയല്ല പറയുന്നത്, തിന്നുകൊണ്ടിരിക്കുകയാണെന്നാ. അപ്പൊ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞുള്ളത് ഇത് സുബീഹിന്റെ ബാങ്ക് തന്നെയാണ്. സുബീഹിന്റെ ബാങ്ക് കേട്ടാൽ തന്നെ ഇങ്ങനെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യമുള്ളത് കഴിക്കാം. അത് ചില വിഭാഗം പറയുന്ന മാതിരി തുപ്പണം, തൊള്ളികളെ തുപ്പിക്കളയണം, അങ്ങനെയൊന്നും ഇസ്ലാം മതം കുടുസാക്കിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇളവുണ്ടെന്ന് അർത്ഥം. അങ്ങനെ ഓരോ രംഗത്തും നബിചര്യ പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശവും ശേഷം നബിചര്യം മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തക്കിങ്ങളായി ജീവിച്ച് മരിക്കാം. പടച്ചവന്റെ മഹത്തായ ഭജനക്കലാമതയാണ്. പടച്ചവനെ ഈ പരിശുദ്ധ റമളാൻ മാസകാലത്ത് ഞങ്ങളുടെ പങ്കെടുത്ത് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാതെ രോഗികളായി വീടുകളിലും ആസ്പത്രികളിലും സുഖമില്ലാതെ കിടക്കണ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും നിന്റെ മഹത്തായ റഹ്മത്ത് കാരണം നിന്റെ ഷഫ കാരണം അവർക്ക് രോഗശമനം നൽകണമേ. പടച്ചവനെ ഞങ്ങൾക്ക് ഭൗതികവും പാരത്രികവുമായ ധാരാളം ജോലികളും കടപ്പാടുകളും ചെയ്തു തീർക്കേണ്ടവരാണ്. അല്ല ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഇഫത്ത് ഐശ്വര്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പടച്ചവനെ ഈ പരിശുദ്ധ റമളാൻ മാസകാലത്ത് ഞങ്ങളുടെ പങ്കെടുത്ത് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാതെ അടുത്തതായിട്ടും വിദൂരത്തായിട്ടും മരിച്ചുപോയ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ടും ഇസ്തിഗ്ഫാർ പാപമോചനം കൊണ്ടും അവിടെ ഖബർ ജീവിതവും പല രക്ഷകരണമേ. പടച്ചവനെ മുസ്ലിങ്ങൾ പല പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വന്ന് എല്ലാ പീഡനങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അവർക്ക് നീ മോചനവും വിജയവും നൽകണമേ. പടച്ചവനെ ഒരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്ക് വിധിയേൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിധിയേൽപ്പിനോട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ അഫ്രി അലൈനാ സ്വബ്റൻ വസബ്ബിത് അഖ്ദാമനാ ഫൻസുർനാ